എല്ലാവർക്കും നമസ്കാരം. ശ്രാവണി കൈകൊട്ടിക്കളി സംഘത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധനുമാസത്തിലെ തിരുവാതിരയുടെ ഐതിഹ്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പാടിക്കളിച്ചത്. ഒരുപാട് പാട്ടുകളുണ്ട് ധനുമാസത്തിലെ തിരുവാതിരയെ പറ്റിയിട്ട്. ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ്, അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. പിന്നെ വഞ്ചിപ്പാട്ട് ട്യൂണില് വെളുക്കുമ്പോൾ കുളിക്കണം, കുളിക്കുമ്പോൾ തുടിക്കണം, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു പാട്ടാണ് ഞങ്ങൾ ഇത്തവണ പാടി കളിക്കുന്നത്. കടമ്പൂര് മനയിലെ ശ്രീദേവി അന്തർജന എഴുതിയ പാട്ടാണ് ഈ പാട്ട്. തിരുവാതിരയുടെ ചടങ്ങുകളെ പറ്റി വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ പാട്ടില്. കടമ്പൂര് മനയെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, അതുകൊണ്ട് പറയാണ്. മേളത്തോൾ അഗ്നിഹോത്രി, പറയിപെറ്റ പന്തിരിക്കുലത്തിലെ ഏറ്റവും മൂത്ത ആളായിട്ടുള്ള മേളത്തോൾ അഗ്നിഹോത്രിയുടെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ കടമ്പൂർ മനക്കിലുള്ളത്. കടമ്പൂർ മനയാണ് മേളത്തോൾ അഗ്നിഹോത്രിയുടെ ഇല്ലം. അവിടുത്തെ ഒരാളാണ് ശ്രീദേവി എഴുത്തി. ശ്രീദേവി എഴുത്തിയുടെ മകളായ സീമ ശ്രീദേവി എഴുത്തി എഴുതിയ പാട്ടുകളൊക്കെ പാടി യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. സുഖിനോ ഭവന്തു SVB എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നല്ല നല്ല കുറേ പാട്ടുകളുണ്ട് അതിൽ. ഈ പാട്ടും കളിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. ഇതുവരെ തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തുടരണം. അപ്പോൾ പാട്ടിനെ പറ്റിയും കളിയെ പറ്റിയും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് കളിയിലേക്ക് കടക്കട്ടെ. തിരുവാതിര വന്നണയുമ്പോൾ പുലർക്കാലെ കുളിയതു വേണം. തിരുവാതിര വന്നണയുമ്പോൾ പുലർക്കാലെ കുളിയതു വേണം. തുടിയും കുളിയും പാട്ടും വേണം. പരമശിവൻ തിരുനാളാണ്, ഇതു പരമശിവൻ തിരുനാളാണ്. മുടി കെട്ടി തിരുകിടേണം, ശുഭ്രവസ്ത്രമണിഞ്ഞിടേണം. മുടി കെട്ടി തിരുകിടേണം, ശുഭ്രവസ്ത്രമണിഞ്ഞിടേണം. കണ്ണെഴുതി ചാതും തൊട്ട് ദശപുഷ്പം ചൂടിടേണം, ദശപുഷ്പം ചൂടിടേണം. ഇളനീരും പഴവും വേണം, ഏകാക്ഷരി കൂടെ വേണം. ഇളനീരും പഴവും വേണം, ഏകാക്ഷരി കൂടെ വേണം. തിരുവാതിര തൻ പാട്ടുകൾ പാടി ഊഞ്ഞാലിലാടിടേണം, ഊഞ്ഞാലിലാടിടേണം. ഉച്ചയ്ക്കു തിരുനോൽപിന് ചാമച്ചോറുണ്ടാക്കേണം. ഉച്ചയ്ക്കു തിരുനോൽപിന് ചാമച്ചോറുണ്ടാക്കേണം. പപ്പടവും വറുത്തുപ്പേരികളും നാരങ്ങാക്കറിയും വേണം, നാരങ്ങാക്കറിയും വേണം. കാളനും പുഴുക്കുമെല്ലാം സദ്യയ്ക്ക്
പായസമെല്ലാം ഉണ്ടാക്കി വെച്ചൊരു ശേഷം കൂവതൻ പായസമെല്ലാം ഉണ്ടാക്കി വെച്ചൊരു ശേഷം നല്ലൊരു നാക്കില തന്നിൽ വെച്ച് ആതിര സദ്യ ഭുജിച്ചിടാം തിരുവാതിര സദ്യ ഭുജിച്ചിടാം മംഗല്യ സ്ത്രീകൾ വെറ്റില 108 തിന്നി